ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോയുടെ എല്ലാ താഴെ വന്ന് കമൻറ്റ് ഇടുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും 1000 താങ്ക്സ്. ഞാൻ ആ കമൻറ്റുകളെല്ലാം വായിക്കുന്നുണ്ട്. ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെയും കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. അത് പോസിറ്റീവ് ആയാലും വായിക്കുന്നുണ്ട്, നെഗറ്റീവ് ആയാലും വായിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. സത്യസന്ധമായിട്ട് പറയുക, അത് നിങ്ങൾ തന്നെ വലിച്ചീര് പെരപ്പുറത്ത് ഒട്ടിച്ചെന്ന് വിടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷം അതിന്. അപ്പോൾ എന്നെ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഞാൻ ആ കമൻറ്റ് എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചധികം പേരുടെ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് തേണ്ട ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല, ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ ബാക്കി പൂജകൾ ചെയ്യാൻ എന്ന് പറയുന്നത് പോലെ സ്റ്റാർട്ടിങ് ഇവിടെ തൊട്ടായിക്കോട്ടെ. മറുപടി കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. റീസൺ മറ്റൊന്നുമല്ല, they are getting engaged, they are getting more subscribers, they are getting more views. എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മൂലം അങ്ങനെ വേണ്ട. എന്നെ തെറി വിളിച്ചിട്ട് നിനക്കൊക്കെ വ്യൂ കിട്ടണ്ട. അതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ പലർക്കും മറുപടി കൊടുക്കാൻ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആദ്യമായിട്ട് വെകിടികൾ എന്ന് വിളിച്ചത് ഈ ഇരിക്കുന്ന സ്ത്രീ, അതായത് ഈ ഇത്താത്ത CID മൂസയുടെ അനിയത്തി കണ്ണാടി ചെന്ന് നോക്കിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരു എതിരെ അഭിപ്രായം ഇല്ല. കാരണം സ്വയം മുഖം നോക്കി സ്വയം ഓരോ വിളിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റുമോ? അയ്യോ അങ്ങനല്ല, അതിന് മോശമാണെന്നും. അത് ഹൈലൈറ്റ് ആയിട്ട് അവർ തന്നെ പറഞ്ഞു, വെകിടികൾ. അപ്പോൾ ഈ വെകിടി ഇത്താക്കുള്ള റിയാക്ഷനാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നീ ആരാണെന്ന് അതിൻ്റെ വിചാരം? ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഞാനൊന്നും വലിയ വ്ളോഗറൊന്നും അല്ല. ഞാനിത് വർഷങ്ങളോളം എക്സ്പീരിയൻസ് എടുത്ത് ഒരുപാട് വീഡിയോസ് ഇട്ട് അങ്ങ് ഹൈപ്പിൽ വന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വെറും ഒരു സാധാരണ ഒരു വ്ളോഗറാണ്. അതായത് ഞാൻ ഒരു മാസം പോലും ആയിട്ടില്ല, അല്ല 1.5 മാസം പോലും ആയിട്ടില്ല ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്, അതായത് ഈ വ്ളോഗ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഷെടാ ഒരു 5, 6, 7, 8 വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ആ വീഡിയോയ്ക്കകത്ത് പോലും വരുന്ന നമ്മളെ എങ്ങ് ഭീഷണിപ്പെടുത്തുക. നീ ഇനി ഇതേ വീഡിയോ ഇട്ടാൽ നിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്നെ എടുത്തു കളയും, നിന്നെ ഞാൻ റിപ്പോർട്ട് അടിച്ച് മാറ്റും, എൻ്റെ പേർക്ക് കേസ് കൊടുക്കും, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കും, എൻ്റെ കയ്യും കാലും വെട്ടിക്കളയും. അപ്പം ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ എന്തിനാ എന്നെ പേടിക്കുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ പേടിക്കുന്നേ? ഞാൻ എന്തോ ചെയ്തു? നിങ്ങൾ ഇങ്ങോട്ട് ഇട്ട് തരുന്ന വീഡിയോയ്ക്കുള്ള റിയാക്ഷനാണ് ഞാൻ അങ്ങോട്ട് തരുന്നത്. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടാതിരിക്കും. അത് നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുത്തരുടെയും കുത്തകയല്ല. എല്ലാവർക്കും അതിനകത്ത് അധികാരവും അവകാശവും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ പേടിക്കുന്ന എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നില്ലേ? ഒന്ന് ഇങ്ങോട്ട് തരുമ്പോൾ ഒന്ന് അങ്ങോട്ട് തരും, അങ്ങനല്ലേ വേണ്ടുന്നത്? പിന്നെ നീ വണഞ്ഞത് എൻ്റെ പേര് പോലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പേരിൽ എനിക്ക് വ്യൂ, സബ്സ്ക്രൈബ്, ചാനൽ മോണിറ്റേഷൻ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ടാണെന്ന്. ഇയാളെ പേര് പറയുന്ന ഉടനെ അങ്ങ് എല്ലാവരും വന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ തനിക്ക് കുറച്ച് വ്യൂ കിട്ടി കാണും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇവളെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൽ വന്ന് കയറിയിട്ടുണ്ടായിരിക്കും കുറേ ആൾക്കാർ. അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മോളെ. പറയാനുള്ളത് സജീന ചേച്ചി എവിടെ ആണെങ്കിലും പറയും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ചേച്ചിയുടെ വേറൊരു നല്ല അടിപൊളി അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള ഒരു ഡയലോഗ് കേട്ട് നോക്കാം. അനക്ക് അപ്പത്തിൽ ചൊറിച്ചായതുകൊണ്ടാണ് നീ ഇമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അപ്പത്തിലെ ചൊറിച്ചിൽ തീർക്കാൻ എന്നെ കൊണ്ടാകത്തില്ല. നീ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യ സമ്മൺ, നോട്ട് ടു മീ. കേട്ടല്ലോ, എനിക്കൊരു ഇച്ചിരി ഉളുപ്പ്, ഒരു ഇച്ചിരി അന്തസ്സ്, ഒരഭിമാനം, ആഭിജാത്യം ഉള്ളത് കൊണ്ട് ഇതേ വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം എനിക്ക് അറിഞ്ഞൂടാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് ഞാൻ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിന്നോടൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞെടുത്ത് ചൊറിച്ചിലുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അത് യൂസ് ചെയ്താൽ ഇതെല്ലാം മാറും. അതായത് വെള്ളം അങ്ങോട്ട് എടുക്കുക, വെള്ളം എടുത്ത് നല്ല വൃത്തിക്ക് അങ്ങ് വെട്ടി തിളപ്പിക്കുക. വെട്ടി അങ്ങ് തിളപ്പിക്കണം. ഇത് ഒരു തിള പോരാ, ഇതിനൊരു 5-6 തിളയെങ്കിലും തിളയ്ക്കണം, വെട്ടി തിളയ്ക്കണം. അതിനകത്ത് കുറച്ച് പപ്പായയുടെ ചാറ്, അല്ലെങ്കിൽ പപ്പായയുടെ നീര്, അല്ലെങ്കിൽ കുറച്ച് കുമ്മായം, ഇത് കുമ്മായമല്ലല്ലോ, ചുണ്ണാമ്പ്, ഇത് എല്ലാം കൂടെ ഇട്ട് നല്ലോണം പരുവത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങോട്ടങ്ങ് ഒഴിച്ചാൽ ഈ അസുഖം പമ്പ കിടക്കും. അപ്പോൾ നീ പറയുമായിരിക്കും ഞാനിത് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു വിരോധവും ഇല്ല. കാരണം എൻ്റെ അറിവ് വേറൊരുത്തേക്ക് അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്കൊരു അഭിമാനക്ഷതവും തോന്നുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ സംഗതി അവിടെ മാറും. പോരെ? ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഒരു പ്രിയങ്കരിയായ, അതായത് ഈ ദേശത്തിൻ്റെ അഭിമാനമായ, ദേശത്തിൻ്റെ കണ്ണിലുണ്ണിയായ ഒരുത്തിക്കുള്ള ഒരു റിപ്ലൈ ആണ്. അവൾ എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഈ ബ്ലോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മുമ്പേ ബ്ലോക്ക് വെച്ചിരിക്കുക. പണ്ട് തൊട്ടേ ഇവളൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ അതിനകത്ത് കയറി നെഗറ്റീവ് മോശം കമൻറ്റ് ഇടും. മോശം കമൻറ്റ് എന്ന് പറയുന്ന കാണുന്ന കാര്യം സത്യമായിട്ടുള്ള കമൻറ്റ് ഇടും. അതിനവൾ എന്നെ അന്ന് പണ്ടങ്ങാണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ബ്ലോക്ക് ചെയ്തവരേക്കും മാറിയിട്ടില്ല. പക്ഷേ ചേച്ചി ഇപ്പോൾ എൻ്റെ FBയിലെ പ്രൊഫൈൽ ഉൾപ്പെടെ എടുത്ത് വെച്ചൊരു
പോസ്റ്റ് അങ്ങ് ഇട്ടിരിക്കുക, ഒരു വീഡിയോ അങ്ങ് ഇട്ടിരിക്കുക. പക്ഷെ അത് ഞാൻ കാണണ്ടേ? ഞാൻ കാണണമെങ്കിൽ എന്താ വേണം? ആദ്യം എൻ്റെ ബ്ലോഗ് അങ്ങ് മാറ്റി, എങ്കിലല്ലേ എനിക്ക് കറക്റ്റായിട്ടുള്ള മറുപടി അതിൽ തരാൻ പറ്റൂ. എന്തായാലും ഞാൻ അത് വായിക്കുന്നില്ല. കാരണം നീ പറയുന്ന അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വരുന്ന കമൻറ്റുകളെല്ലാം എടുത്ത് വായിച്ചിട്ടാണ് ഞാനൊരു കണ്ടന്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതെന്ന്. ആടി, എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് ഞാനല്ലാതെ പിന്നെ നീയാണോ വന്ന് വായിക്കുന്നത്? അതൊരു കണ്ടന്റായിട്ട് ബാക്കിയുള്ളവർ കാണാൻ ആൾക്കാരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാനത് ഇനിയും പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ നിന്റെ കമൻറ്റ് ഞാൻ വായിക്കുന്നത് ശരിയാണോ? അല്ല. പക്ഷേ നിന്നെക്കുറിച്ച് വേറൊരു ഫേസ്ബുക്കിൽ പേരുന്ന ഒരു കമൻറ്റ് വായിക്കാൻ എനിക്ക് യാതൊരു വിധ മടിയുമില്ല. എന്തായാലും കമൻറ്റ് വായിച്ച് ഞാൻ ജീവിക്കുന്നതല്ലേ നീ പറയുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് വായിക്കാം, പാടാ ഇങ്ങോട്ട്. അതായത് മുണ്ടൂർ വത്സല 10 കിലോ വയറും 99 കിലോ കുശുമ്പും 500 കിലോ അസൂയയും 1001, പക്ഷെ അവിടെ തെറ്റി, 1001 10,001 പ്രണയവുമായി ജീവിക്കുന്ന മനുഷ്യജീവി എന്ന് സ്വയം അവകാശപ്പെടുന്ന കാണ്ടാമൃഗം മുണ്ടൂർ വത്സല. ആളെ വേണ്ടത്ര പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആ പേരിട്ടവർക്ക് ദീർഘകാല വീക്ഷണമുണ്ട്. കാരണം അങ്ങനെ മുണ്ട് കീറി അങ്ങ് മടുത്ത്, അതായത് മതിയായപ്പോൾ അവൾ തന്നെ ആ മുണ്ടു അങ്ങ് എടുത്ത് കളഞ്ഞ്, ആ വത്സലയെ അങ്ങ് എടുത്ത് കളഞ്ഞ് ഇപ്പോൾ ആരായിട്ട് അവതരിച്ചു? ദയാ അച്ചു. ഇപ്പോൾ ആളെ മനസ്സിലായി കാണുമല്ലോ, ദയാ അച്ചു. ദയാ അച്ചുവിൻ്റെ ഒറിജിനൽ പേര് പലർക്കും അറിയാം, എങ്കിലും ഞാനത് പറയ്ക്കൊക്കെ നല്ല രസമുള്ളൊരു പേരാണ് കേട്ടോ. മുണ്ടൂർ വത്സല. മുണ്ടൂർ വത്സല പറഞ്ഞില്ലേ, മുണ്ട് കീറി മതിയായപ്പോഴത്തേക്ക് ചേച്ചി ആ മുണ്ടും എടുത്ത് കളഞ്ഞ പേരും ഒന്ന് കളഞ്ഞു. എന്നിട്ടിട്ട പേര് ദയാ അച്ചു. കാരണം ഈ ജന്മം അവസാനിക്കുന്നവരെ ദയുള്ളവളാണ് എന്ന് ആരെക്കൊണ്ട് പറയിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് സ്വയം ബോധ്യം ഉള്ളത് കൊണ്ട് അവൾ തന്നെ എടുത്തണിഞ്ഞൊരു പേരാണ് ദയാ അച്ചു. ദയാ അച്ചു. ഞാൻ ഈ വീഡിയോ ഈ ഇടുന്ന വീഡിയോയ്ക്ക് ഞാൻ ഒരുപാട് ഓവറായിട്ട് ആക്ഷൻ കാണിക്കും. അത് കണ്ടുകൊണ്ട് ഒരുത്തികൾ ഇങ്ങോട്ട് ചാടണ്ട. ഒരുപാട് ഓവർ ആക്ഷനാണ്, അത്രയൊന്നും വേണ്ട. അത്രയും വേണം എനിക്ക് തോന്നും, അത്രയും വേണമെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഓവറാണെന്നും ഒരുപാട് ആക്ഷൻ ഇടുന്നുണ്ടെന്നും എനിക്ക് സ്വയം അറിയാം. അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇത്ര അർഹതയുള്ളവർക്കൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അപ്പോൾ ശരിയെന്ന് വേണ്ട, നമുക്ക് ബാക്കിയും കൂടെ വായിക്കാം. അപ്പോൾ മുണ്ട് കീറി മടുത്ത വത്സല മുണ്ടൂർ വത്സല എന്ന് പേര് മാറ്റി ദയ എന്നുള്ള കള്ളപ്പേരിൽ വന്ന വിടുവായെത്തി പാവപ്പെട്ട സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് നിർത്തൂ എന്നാണ് ആ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത്. നീയല്ലേ പറഞ്ഞത് ഞാൻ കമൻറ്റ് വായിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം പിന്നെ ഇങ്ങനെ കിട്ടുന്ന കണ്ടന്റും കമൻറ്റുകളും സജീനക്ക് കളയാൻ പറ്റുമോ? ഇല്ല, അതും എൻ്റെ കണ്ടന്റിൻ്റെ ഒരു ഭാഗമാണ്. നീ ആദ്യം ബ്ലോഗ് മാറ്റിയിട്ട് എന്നെക്കുറിച്ച് ഇടുക, എങ്കിലേ എനിക്ക് വന്ന് നിന്നോട് പ്രതികരിക്കാൻ പറ്റൂ. ഇതിപ്പം ആരാണ്ടൊക്കെ കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നിട്ടാണ് ഞാൻ ഇതെടുത്ത് നിനക്കിട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഡയറക്റ്റ് കാണാൻ പറ്റി, ഇതിനെക്കാട്ടി സന്തോഷമല്ലേ? ഒരുപാട് നല്ലതുപോലെ എനിക്ക് ചെയ്തുകൂടെ വീഡിയോ. അപ്പോൾ മുണ്ടൂർ വത്സല, നീ ഒന്ന് ഒതുങ്ങ്, അടങ്ങ്. നിനക്ക് എന്ത് അർഹതയോ യോഗ്യതയോ ഉണ്ടടി ബാക്കിയുള്ളവരെ പറഞ്ഞ് തിന്ന് ജീവിക്കാൻ എന്ന് ഞാൻ എപ്പോഴും പറയും. അത് പറയുന്നതിന് എനിക്ക് യാതൊരു വിധ മടിയുമില്ല. ഓക്കെ, നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നതിനകത്ത് ഒരു ചെറിയ സത്യവും കൂടി ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഒരു യോഗ്യതയും ഒരു കഴിവും ഇല്ലാത്ത നീ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഒരു കഴിവെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ ഒരാളെ ഉപദേശിച്ചെന്ന് കാണാൻ പോലും യോഗ്യതയില്ലാത്തവളായ നീ മറ്റുള്ളവരെ കയറി ചൊറിയാൻ നിൽക്കണ്ട. നീ ചൊറിയാൻ വന്നാൽ ഞാൻ അങ്ങ് മാന്തും കേട്ടോ. അപ്പോൾ ദയയുടെ കണക്ക് തൽക്കാലത്തേക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി അടുത്തതിലോട്ട് കളിക്കാം. മനസ്സിലായില്ല? നിമിഷ ബിജോ കുടുംബ മഹിമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും ആഭിജാത്യം കൊണ്ടും, അതായത് അനുസരണ, അടക്കം, ഒതുക്കം, വിനയത്വം, കുലീനത, പിന്നെ അകത്തമ്മ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊന്നും ആരും കാണത്തില്ല. അത്ര മഹത്തരമായിട്ട് നല്ല അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവരെയാണ് അകത്തമ്മ എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ നിമിഷ ബിജോ. അവൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരുന്നില്ല, ഒന്നിനും വരുന്നില്ല. അപ്പോൾ അവൾക്ക് രേണുവിനെ കുറ്റം പറയാൻ 100% അധികാരവും അവകാശവും ഉണ്ട്. പക്ഷേ റീച്ച് കിട്ടി. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിരിക്കുന്നു. ഗർഭചിത്രത്തിനെ കുറിച്ച് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു, എന്നിട്ട് ഞാനത് പറഞ്ഞില്ല. അതിൽ എൻ്റെ കയ്യിൽ താണ്ടേ തെളിവുകളുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ട്, ഒരു ഇൻ്റർവ്യൂ വീഡിയോ. ഈ രേണുവിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ചേച്ചിക്ക് ഇൻ്റർവ്യൂ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എൻ്റെ പൊന്നോ എനിക്ക് രേണുവിൻ്റെ പേരിൽ വൈറലാവണ്ടെന്നാണ് ചേച്ചിയുടെ പറച്ചിൽ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ വീഡിയോ ചാനലുകാരന്മാർ ഓടി വന്ന എന്തിനാന്ന് മനസ്സിലായോ? ഈ ഗർഭചിത്രത്തിൻ്റെ തെളിവ് എൻ്റെയിലും കുറേ തെളിവുണ്ട്. ഞാനത് വിളിച്ച് കൂവാമെന്നുള്ളൊരു ഫ്രസ്ട്രേഷനിൽ അങ്ങ് പറഞ്ഞെന്ന്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ് ക്യാമറയിൽ നോക്കി ചേട്ടന്മാർ രാവിലെ വന്നത്. പക്ഷെ വന്നപ്പോൾ ഇതാ കിടക്കുന്നു എന്നാങ്ങാണ്ട്. അതായത് ഈ രേണുസുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവളൊരു കൂട്ടുകാരിയും വീടിനടുത്തുള്ള ഒരു ചേച്ചിയുമാണെന്നാണല്ലോ മറ്റവരുടെ പ്രതിപാദനം. അപ്പോൾ ആ ചേച്ചി വിളിച്ചെടുത്ത് പറഞ്ഞത് എങ്ങാണ്ടൊരു ഓർമ്മയെന്ന്. ആ സമയത്ത് പോലും ഈ രേണുസുതിയുടെ കുടുംബമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ രേണുസുതി. അത് മനസ്സിലാക്കണം. ഈ രേണുവിനെ ഇവൾ ആദ്യമായിട്ട് കാണുന്നത് തന്നെ സുധിച്ചേട്ടൻ്റെ 2ാമത്തെ ആണ്ടിന് ആ വീട്ടിൽ വന്നിട്ട് അത് ഇവൾ തന്നെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി ആരാണ്? ഈ ഫോട്ടോകളൊക്കെ കണ്ടല്ലോ, അത്രത്തോളം മഹത് വ്യക്തികളാണ്. അവരാണ് ഈ രേണുസുതിക്കെതിരെ കരുക്കൾ നീക്കുന്നത്. കാരണം ഇവരുടെ വാക്കുകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം. സ്വർണ്ണ വില, അന്തസ്സും അഭിമാനമായിട്ട് വീഡിയോ ഇടുന്നവരെടുത്തോ അവരുടെ ഒരു വാക്കിന് ആർക്കും വിലയില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ദയ അച്ചു എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും. അതിനൊക്കെ നിമിഷ ബിജോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ 4-5 ചാനലാണ് ഓപ്പണായി ഇങ്ങനെ വന്നിരിക്കുന്നത്. പെയ്ഡ്
വീഡിയോ ഷൂട്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് ഒരു പരാതിയില്ല, ഒരു പരിഭവം ഇല്ല. രേണു എന്ത് തൊലിച്ച് കാണിച്ചിട്ടാ ഈ കിടന്ന് ഇങ്ങനെ അങ്ങ് കാണിക്കുന്ന രേണുവിനെതിരെ? ഞാൻ അപ്പം ഇപ്പം ചോദിക്കും, നിനക്ക് രേണു തരുന്ന മേടിച്ച് തിന്നോണ്ടിരിക്കുക. എനിക്ക് രേണു ഒന്നും തരണ്ട തിന്നാൻ, എനിക്ക് കൈയും കാലിനും ആവതുണ്ട്, ഞാൻ ജോലി ചെയ്ത് തിന്നോളാം. എനിക്ക് രേണു എല്ലാം തന്നിട്ടല്ല ഞാൻ ഇത്രയും നാൾ തിന്നുകൊണ്ടിരുന്നത്, ഞാൻ ജീവിച്ചതും. പറയാനുള്ളത് സജീന എവിടെ ആണെങ്കിലും പറയും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ നിമിഷ ചേച്ചി ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്ത്. അത് കേട്ടിടനെ ഇന്റർവ്യൂകാർ വരുമെന്ന് അറിയാം. അപ്പോൾ ഇന്റർവ്യൂകാർ ചോദിച്ചു, അപ്പോൾ ഈ തെളിവുകളുണ്ടെന്ന് പറഞ്ഞത് എന്താ? അത് ഞാൻ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കും, എനിക്ക് ഭയങ്കര ബിസിനസ്സാണ്. കാരണം എനിക്ക് 4 ചാനലുണ്ട്, ഡെയിലി എനിക്ക് 2 ലൈവ് പോകണം. ഞാൻ ഭയങ്കര ബിസിനസ്സിൻ്റെ ആ ഒരു ഹാങ്ങിൽ ഇരുന്നപ്പോൾ ആ ലൈവിൽ ഇങ്ങനെ വീഡിയോ വന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ കമൻറ്റ്, രേണുവായിട്ട് എന്തിനാണ് പിണങ്ങിയത്, ബിഗ് ബോസ് കാണാറുണ്ടോ? ഈ ചോദ്യങ്ങൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്തു. കാരണം ഞാൻ ലൈവ് ഇരിക്കുന്നത് എന്നെ കാണാനില്ലേ? അപ്പോൾ എൻ്റെ ലൈവ് വന്നിട്ട് രേണുവിനെ ചോദിക്കുമ്പോൾ ഞാൻ ഫ്രസ്ട്രേഷൻ ആവത്തില്ലേ? ആ ഒരു ഇതിൽ ഞാനങ്ങ് പറഞ്ഞു പോയതെന്നാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു തിരുമൊഴി. അപ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യം ദയാച്ചു, അല്ല ആദ്യത്തേത് നമ്മുടെ താത്ത CID താത്ത, രണ്ടാമത്തേത് മുണ്ടൂർ വത്സല, മൂന്നാമത്തേത് നമ്മുടെ മഹദി നിമിഷ ബിജു. ഓക്കെ, ഇനി അടുത്തത് ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതിൽ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായ നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും എന്തിന് ജനങ്ങൾക്ക് മുഴുവൻ പൊതുശല്യമാകുമെന്ന് തോന്നി ഗവൺമെൻറ് ഏറ്റെടുത്ത പൊന്നോമന പുത്രി, സ്വയം വഴിവെട്ടി മറ്റുള്ളവരെ വഴി വെട്ടിയും വെട്ടിച്ചും പുതുകാലിട്ടും വേറെയുള്ള ബിസിനസ് ചെയ്തും ഇപ്പോൾ ഭയങ്കരമായ സ്റ്റാറ്റസ് ലെവലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹനാൻ, ആ മഹത് വ്യക്തിയെക്കുറിച്ചാണ് ഇനി അടുത്തത്. എന്തായാലും നമ്മുടെ ഹനാൻ മാഡത്തിന്, ഈ സ്റ്റാറ്റസ് ലെവലിൽ ഉയർന്നു ജീവിക്കുന്ന ഹനാൻ മാഡത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടാലോ. അപ്പൊ ആ ആത്മാർത്ഥമുള്ള ഒരു കൂട്ടുകാരി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പിന്നീന്ന് കുത്തിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? ആ ഒരു വിഷമം സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പറഞ്ഞു, ആ കൂട്ടുകാരിനെ വിളിച്ചു പറഞ്ഞു, തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു, അവളായിട്ടൊന്നും കൂട്ടുകൂടണ്ട, അവള് ചിലപ്പോ കൊണ്ടുപോയി കൂട്ടി കൊടുക്കും, ഈ രീതിയിലൊക്കെ വർത്താനം പറഞ്ഞു. രേണുവിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവളെ ഇത്രയും വയലന്റ് ആക്കിയതും ഇപ്പം ഇല്ലാത്ത ഗർഭം പൊക്കിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് മെഴുകാനുമുള്ള കാരണം. രേണു, അവൾ വിളിച്ചപ്പോൾ നിനക്കങ്ങ് സഹകരിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ നിനക്ക് സഹകരിക്കാൻ മനസ്സില്ല, നിനക്ക് അങ്ങനെ പോകുന്ന താല്പര്യമില്ല എങ്കിൽ പിന്നെ അവളെ കൂട്ടുകാരിയെങ്കിലും പൊക്കോട്ടായിരുന്നില്ല. നീ എന്തിനാണ് കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളെ കൂടെ പോരുത്, അവളെ കൊണ്ട് കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞത്? അത് അവൾക്ക് ഇറിറ്റേറ്റഡായി. നീ അത് അവൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടെന്നതിൻ്റെ ഇടയ്ക്ക് നീ കയറി കുതുകാലിട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവൾ ഇപ്പം ഇങ്ങനൊരു വീഡിയോ നിനക്കെതിരെ ഇട്ടത്. മക്കളെ, അരി ആഹാരം കഴിക്കുന്നവർ തന്നെയാണ് ജനങ്ങളും. ഇതൊക്കെ കറക്റ്റ് കാര്യങ്ങൾ വിളിച്ചു പറയാനുമായിട്ട് ഒരാളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്ത് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇളക്കില്ല, ഒന്ന് ഇട്ട് നോക്കില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്തു നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സൂചിച്ചിട്ടുള്ളപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ, നമ്മൾ ചോദിക്കില്ലേ അങ്ങനെ. ഭയങ്കര മെച്ചൂടാണല്ലോ നാള്. ഇപ്പൊ മനസ്സിലായല്ലോ ഒരാളെടുത്ത് ഇട്ട് നോക്കി അവരുടെ സ്വഭാവം പിടിച്ചെടുക്കുന്ന എന്തിനാണെന്ന്. കാരണം നമ്മുടെ കാറ്റഗറിയിലോട്ട് കൂട്ടാവോ, നമുക്ക് കൂടെ കൊണ്ട് നടക്കാവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി ചെയ്തത്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോഴത്തെ ഇവര് വിവാഹിത പോലും അല്ല. മനസ്സിലായ? ആ ഏജും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം ആ സമയത്തുള്ള. അപ്പം വിവാഹിത പോലും അല്ല, ഭയങ്കര ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം അതിന് നമ്മുടെ CID താത്തയുടെ ഒരു സർട്ടിഫിക്കറ്റ്, നീ മെച്ചൂർഡ് ആണല്ലോ എന്ന്. മെച്ചൂർഡ് ആവൂത്ത, അതിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എക്സ്പീരിയൻസ് മാത്രം മതി. ആ മെച്ചൂർഡിലാണ് അവൾ സംസാരിച്ചത്. എന്നാൽ ചെന്നാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവൾക്ക് കൊടുത്തല്ലോ, ഇടുക്കി, അതിനങ്ങ് ഒരു കുഴപ്പമില്ല. പോകാത്ത അവിടെ നിന്ന്. മുൻ ഭർത്താവ് അറിയാമായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത് അയാളുമായിട്ട് ഇടപാടുണ്ടോ? ജോലി ചെയ്യുന്ന സമയത്തൊന്നും ഇവളൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ക്ലീൻ ഇമേജ് ആയിരുന്നു. അതായത് ഇവൾക്ക് ഇങ്ങനെ റിലേഷൻ ഉള്ളതായിട്ടോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ കാണുമ്പോൾ നല്ല ഫെയർ ആയിട്ട് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു കുട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ നമ്മുടെ താത്തായെ CID എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭയങ്കര ബ്രില്യൻ്റാ, ഇട്ട് കൊടുത്ത് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഉള്ള സത്യം അവളത് പറഞ്ഞു. ഹനാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ഫെയർ തന്നെയാണ്. അത് ഹനാൻ്റെ മനഃപൂർവ്വമുള്ള സർട്ടിഫിക്കറ്റ് അല്ല. രേണുസ്തുതി അങ്ങനെയാണ്. അവളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കള്ളത്തരവോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. ആർക്കും, കൊച്ചു കുട്ടികൾക്ക് വരെ അത് മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ ഈ പറഞ്ഞ രീതി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അവളെ ഉള്ളിൽ മൊത്തം പുറത്ത് വരും. അത് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവൾക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ പിന്നെ എന്തെല്ലാം ഇപ്പം അവൾ ഒരു നല്ല ഇതിനെക്കാട്ടി നല്ല ഫേമസ് ആയി പോയേനെ. പക്ഷെ അതിനുള്ളൊരു വിടുവായ്ത്തരമാണ്, വായിന്ന് വീഴുന്ന മൊത്തം. ഒന്നും ഒളിച്ചു വയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെ ബിഗ് ബോസ് വന്ന് ലാലേട്ട ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ടില്ല, ലാലേട്ട അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ വന്നിട്ടുണ്ടല്ലോ. അതിലും അവളുടെ പ്രൊഫഷൻ പറയാൻ പറഞ്ഞപ്പോൾ അവൾ ഈ പറഞ്ഞ ഈ 4 പ്രൊഫഷനിൽ അവൾ കോഴ്സിന് അറ്റൻഡ് ചെയ്തിട്ടുള്ള സത്യം തന്നെയാണ്. പക്ഷെ അത് 4 മുഴുവിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഓരോരുത്തർക്ക് അത് പിന്നെ കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് കള്ളത്തരങ്ങൾ പറയുന്നു എന്നാവും. പക്ഷെ അത് പറയാൻ ഇപ്പോൾ ഈ നേരെ മറിച്ച് സാമർത്ഥ്യമായിട്ട് സംസാരിക്കാൻ കഴിയും നമ്മളെപ്പോലുള്ളവർക്കാണെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റും. ഇന്നത് ചെയ്ത് ഇന്ന വർഷം വരെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല, അത് അങ്ങനെ നമുക്ക് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റും. പക്ഷെ അവൾക്ക് അതിനുള്ള കഴിവില്ല. അതാണ് രേണു എന്ന് പറയുന്ന പെണ്ണ്. അപ്പോൾ താത്താക്കുള്ള മറുപടിയായി നമ്മുടെ മുണ്ടൂർ വത്സല എന്ന ദയാ അച്ഛനുള്ള മറുപടിയായി, നമ്മുടെ അകത്തമ്മയായ നിമിഷ ബിജയ്ക്കുള്ള മറുപടിയായി,
നാടിൻ്റെ പൊന്നോമന പുത്രിയായ ഹനാനുള്ള മറുപടിയായി. ഇനി വേറൊരു മഹത് വ്യക്തിയുണ്ട്. ആരെയും വെട്ടിച്ചും പറ്റിച്ചും മൂഞ്ചിച്ചും പാവങ്ങളെ സഹായിക്കാനാണെന്നുള്ള വ്യാജേനെ പണപ്പിരിവ് നടത്തി. അതായത് കൊടുക്കാൻ മനസ്സുള്ളവരെ കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തി ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ 4/1 ഭാഗം മാത്രം അർഹതപ്പെട്ടവർക്ക് ദാനം നൽകി അവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയും മഴ പെയ്ത് കഴിഞ്ഞാൽ ചുരണ്ടി കൈ കൊണ്ട് തൊട്ടാൽ തന്നെ പൊഴിഞ്ഞ് താഴെ വീഴുന്ന തരത്തിലുള്ള പെയിന്റ് പണി നടത്തുകയും സ്വിച്ച് ഇട്ടാൽ താഴെ വീഴുന്ന ഫാൻ ഉണ്ടാക്കി കൊടുക്കുകയും കൈ കഴുകിയാൽ വാഷ് ബേസിൻ താഴെ പൊഴുകയും ചെയ്യുന്ന രീതിയിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് ഫേമസ് ആയ നമ്മുടെ ഫിറോസ്. ഇത് ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹത്തെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ അല്ല. ഇനി അതും കുത്തിപ്പിടിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് ഓടി വരണ്ട. ഇതൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങിയ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഫാൻ വീണത് സത്യമാണ്, വാഷ് ബേസിൻ താഴെ വീണത് സത്യമാണ്, വീടിൻ്റെ മതിൽ മൊത്തം പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. അത് ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനാകുമ്പോൾ വെച്ച് മതിലൊന്നും ഇങ്ങനെ പോയി. കാരണം നമ്മളൊക്കെ വീടുണ്ടാക്കി നമ്മൾ വീട്ടിൽ ജീവിക്കുന്നവരാ. അപ്പോൾ അതിന് കണക്കുകൾ ഇതുവരെ ബോധ്യപ്പെടുത്താത്തതുമായിട്ടുള്ള ഒരു ഫിറോസ് ഖാൻ ഈ ഗർഭചിത്രത്തിന് സാക്ഷിയാണ് എന്നാണ് പറഞ്ഞു വന്നത്. അതായത് 8 മാസങ്ങൾക്ക് മുന്നേ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു അധികൃത അദ്ദേഹത്തെ വിളിച്ച് വിവരം പറഞ്ഞത്. കാരണം രേണുസുധിയുടെ അച്ഛനാണല്ലോ ഫിറോസ്. കാരണം തൻ്റെ മോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ച് പറയാൻ. നോട്ടി പോയിൻ്റെ ഈ വന്ന് പറയുന്നവരൊക്കെയാണ് വിളിച്ച് പറയുന്നത്. വേറെ ആരും ഇത് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിറ്റ്. പക്ഷേ അതെനിക്കറിയാമായിരുന്നതും ആ കുടുംബത്തെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി ആ കുടുംബം എന്ത് ഇതാവാനാ? ഇനി നാറാനൊന്നുമില്ല. ഇതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ്. അഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആയി. അതും അവളുടെ മോൻ്റെ, അതായത് കിച്ചു മോൻ്റെ പ്രായമുള്ള ഒരു കൊച്ചിനെയും കൂട്ടിച്ചേർത്ത് വെച്ച് പറച്ചിൽ. പിന്നെ എവരാണ്ടൊക്കെ പറഞ്ഞ് ചെറുക്കൻ്റെ ഫോട്ടോ കയ്യിലുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒന്നിട്. കാരണം ഇത്രയും അനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് അവർക്ക് വന്നിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പുറത്തു വരാതിരിക്കുന്നത് എന്തുകൊണ്ട്? അതായിരിക്കണമല്ലോ ആദ്യമേ വന്ന് ഇവിടെ തളർത്തേണ്ടുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ചെറുക്കൻ്റെ ഫോട്ടോ ഒപ്പിച്ച് അവന് പൈസ കൊടുത്തു. അല്ലാതെ ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നില്ല, ഓരോ അമ്മച്ചിമാരെ വിട്ട് പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ രേണുവിനെതിരെ അതുപോലെ കൊടുത്ത് മുന്നോട്ട് വിടുമ്പോൾ ആ വരുന്നവൻ ഒന്ന് ആലോചിക്കുക, മോനെ പഴയ കാലമല്ല, പൈസയ്ക്ക് വേണ്ടി മാത്രം നിന്റെ ജീവിതം തുലയ്ക്കരുത്. കാരണം ഇപ്പോൾ വൈദ്യശാസ്ത്രപരമായി ഒരുപാട് മികവുറ്റു നിൽക്കുന്നതാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് മോന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഫോട്ടോ സഹിതം അല്ലെങ്കിൽ മോൻ ജീവനോടെ മുന്നോട്ട് വരിക. ഇല്ലെങ്കിൽ മോൻ്റെ പണി പശുവും പാരി കിട്ടും. ഈ പറഞ്ഞ് എരുതേറ്റി തരുന്നവരാരും മുന്നിൽ കാണില്ല. അതും കൂടി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. അല്ല ഫോട്ടോ ഉണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ, പുറത്ത് വന്നിട്ടില്ല. ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഉടനെ ആളും പുറത്ത് വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വരുത്തും. ഇപ്പം നമ്മൾ ഒരു കൂട്ടായ ഒരു സംഘടന കൂടിയിട്ടുണ്ട്. അത് വെറും ബ്ലോഗർമാരല്ല, ഹൈ പൊസിഷനിലിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാവരും കൂടി ചേർന്ന്. കാരണം ഈ ഒരു സംഭവം വിട്ടുകളയാൻ പറ്റുന്നതല്ല. അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്യിച്ചവർ കൂട്ടുനിന്നവർ ഹോസ്പിറ്റല് അത് എല്ലാം കൊടുക്കും. ആ രീതിയിലോട്ട മൂവ്മെൻ്റാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മളോടൊപ്പം അത്യാവശ്യം ലീഗൽ എല്ലാം അറിയാവുന്ന ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ NS ഹോസ്പിറ്റൽ എന്നാ, ചങ്ങനാശ്ശേരി NS ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു 8 മാസം മുമ്പ് ഞാനത് അറിഞ്ഞത്. പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ആ ഹോസ്പിറ്റൽ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ വേണ്ട, നമ്മൾ അന്നേരം വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ എടുപ്പിച്ചോളാം. എല്ലാ സോഷ്യൽ മീഡിയ കിടപ്പുണ്ടല്ലോ, വിളിച്ചു വയ്ക്കാൻ പറ്റുന്ന അല്ലല്ലോ. ഇപ്പോൾ നിങ്ങളങ്ങ് ഡിലീറ്റ് ചെയ്താൽ നമ്മളത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ലിങ്ക് അല്ല നമ്മൾ എടുത്തിടുന്നത്. ആ ബുദ്ധിപൂർവ്വം നമ്മൾ കാണിക്കത്തില്ല. കാരണം നിങ്ങൾ ഇറേസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്താണ് മാറ്റി വെച്ചിരിക്കുന്നത് ഓരോ സാധനത്തിൻ്റെ. പിന്നെ നിമിഷ ബിജുയുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അയാൾ വെച്ച ബ്ലിങ്ങൊക്കെ എനിക്കറിയത്തില്ല. അവൾ ഗർഭിണിയായി, അവൾ പ്രസവിച്ച്, അവൾ അബോർഷൻ, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ലെവലായിട്ടുണ്ടായിരുന്നു നിമിഷ ബിജു. ആ സമയത്ത് എനിക്കിത് പറയാൻ പറ്റില്ല. അപ്പം നിമിഷ ബിജുയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അങ്ങനെയാണ്. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുമില്ല, അതും ഫ്ലാറ്റായിട്ട് വരുവാണേ. അത് ഇനിയുള്ളത് നമ്മുടെ ബഹുമാന്യനായ അതുൽ ചേട്ടനാണ്. അതുൽ ചേട്ടന് ഒട്ടും സഹിക്കുന്നില്ല. അതുൽ ചേട്ടൻ ഗർഭചിത്രത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. അതുൽ ചേട്ടൻ ഇപ്പോൾ അറിയേണ്ടുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്ലോഗ് ചെയ്ത് കിട്ടുന്ന കാശുണ്ടല്ലോ ഞാൻ ജീവിക്കുന്നത്, ഞാൻ അന്തസ്സായിട്ട് ജോലിക്ക് പോകുന്നുണ്ടെന്ന്. അതുൽ ചേട്ടൻ എന്നെ അങ്ങ് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ ഫുള്ള് സെർച്ച് ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു രേണുവിനെ പറ്റി ജീവിക്കാൻ എനിക്ക് നാണമില്ലെന്ന് ചോദിച്ചു. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ചേട്ടൻ നോക്കിയപ്പോൾ ഞാനിട്ടിരിക്കുന്ന വീഡിയോ മൊത്തവും രേണുസുധിയുടെയാണ്. മോനെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ രേണുസുധിയുടെ വീഡിയോ ചെയ്യുന്നത് രേണുസുധിയുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് എനിക്കുള്ളതുകൊണ്ടാണ്. ഞാൻ അവരുടെ വീഡിയോ ചെയ്യുന്നതിന് ആർക്കും ഒരു വിരോധമില്ല. ഞാൻ അവളെ കീറി മുറിക്കുകയോ ആക്ഷേപിക്കുകയോ ആ കുടുംബത്തിന് ഒറ്റുമല്ല ചെയ്യുന്നത്. അവരുടെ ലൈഫിലോട്ടായിട്ടുള്ള സത്യം ആരെങ്കിലും വേണ്ടേ? ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും പ്രതികരിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ മാത്രമല്ല, എത്ര പേര് രേണുസുധിക്ക് സപ്പോർട്ടായിട്ടും ആ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് കേൾക്കുന്നവരും എന്താ കഴുതകളാണോ? അവർ മണ്ടരാണോ ഇങ്ങനെ ചിന്തിക്കാൻ? ഓരോരുത്തർ പറഞ്ഞാൽ നമുക്ക് വെറും 100 ഗ്രാം പോലും ഭാരമില്ലാത്ത ഒരു പെണ്ണ് ഇതൊക്കെ ചെയ്ത് കൂട്ടി എന്ന് പറയുമ്പോൾ അവൾ ആ ഒരു നിർദ്ധരായ, ഒരാസ്തിയും ഇല്ല ഒന്നുമില്ലാത്ത ആ ഒരു നിർദ്ധരായ ഫാമിലിയെ നിങ്ങൾ ഇത്രയും പേരും പേടിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യവും ഗൂഢാലോചനയും ഉണ്ട്. അങ്ങനെയുള്ള സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വായടച്ച് മൂടിക്കെട്ടലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന രേണുസുധിയുടെ ഫാമിലിയെക്കുറിച്ചുള്ള പ്രഹസനങ്ങൾ. അത് വളരെ വ്യക്തമായിട്ടും അരിയാഹാരം കഴിച്ച് കിടക്കുന്നവർക്ക് മനസ്സിലാവും. വേണ്ട, അവരാരും പ്രതികരണത്തിന് വരുന്നില്ലല്ലോ. രേണുസുധിയുടെ അച്ഛനോ അമ്മയോ ചേച്ചിയോ രേണു ആരും വരുന്നില്ല. അത് ഒതുങ്ങിയിരിക്കുന്ന എന്തിനാണെന്നൊക്കെ നമുക്ക് വലിയ പറയാം. അപ്പോൾ ഇതെല്ലാം ഈ ഓരോന്ന് പറയുന്നവരെല്ലാം പക്ക തെളിവുകളോട് തന്നെ എല്ലാം പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പം അതിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ വീഡിയോയുടെ താഴെ ഇങ്ങനെ നോക്കി പറഞ്ഞിട്ട് ഞാനും രേണുവിൻ്റെ വീഡിയോ ആണല്ലോ ചെയ്യുന്നത്. അതെ, ഞാൻ രേണുവിന് വേണ്ടി തന്നെയാണ് വ്ലോഗ് ചെയ്യുന്നത്. അതിപ്പോൾ ചേട്ടനെന്ത്
ഞാൻ ആരെയും കീറിമുറുക്കിയ മോശം പറയുക എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയിൽ ഞാൻ ആരെ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. എനിക്ക് സത്യമെന്ന് ചോദിക്കുന്നതിനെ ഞാൻ പ്രതികരിക്കും. അതിനെ ആരിട്ടാലും. ഇപ്പോൾ ഈ രേണുസുതി സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു, നാളെ ഒരു സമയത്ത് രേണുസുതി ചെയ്യുന്നത് മോശമാണ്, അത് നെഗറ്റീവാണ് എന്ന് കണ്ടാൽ ഞാൻ അതിനും വീഡിയോ ഇടും. ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. സത്യത്തിന് എനിക്കറിയാവുന്ന പരമാർത്ഥമായ സത്യങ്ങൾ ഞാൻ പറയുക. പിന്നെ നീ എൻ്റെ ജോലി അന്വേഷിച്ച് പോയപ്പം രേണുസുതി ഞാനും കൂടെ ആ കാറിൽ വരുന്ന ഒരു രംഗം നീ എടുത്ത് പോസ്റ്റ് ചെയ്തല്ലോ. ഇവിടെ മോനെ അതൊക്കെ പഴയതാടാ, ഒരു വർഷം അങ്ങോട്ടാവാൻ പോയി അത് ഇറങ്ങിയിട്ട്. അതൊക്കെ നീ വീണ്ടും കുത്തിയിടുക. അതും ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതാ, മനസ്സിലായില്ലേ? ദയാവധം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് തിരിച്ച് അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി വരുന്ന വഴിക്കാണ് ഞങ്ങൾ ആ കാറിലിരുന്ന് വന്നത്. മനസ്സിലായോ? അതും എൻ്റെ ഒരു തൊഴിൽ തന്നെയാണ്, അതായത് ആക്ടിങ്. ഞാനൊരു ആക്ട്രസ്സാണ്, അന്തസ്സായിട്ട് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ നിങ്ങളാരും എന്നെ അംഗീകരിക്കണമെന്നില്ല. അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നവരെ എനിക്ക് അങ്ങോട്ട് ഞാൻ ആക്ട്രസ്സാണ്, ഞാൻ അത് ചെയ്ത് ഇതെന്ന് പറയുന്നത് എനിക്കൊരു താല്പര്യമില്ല. ചേച്ചി ഇന്നത് ചെയ്തിട്ടില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് എനിക്ക് അഭിമാനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോൻ ഉദ്ദേശിക്കുന്ന കണക്ക് വെറും ലോക്കലല്ല, അത്യാവശ്യം നല്ല എല്ലാ ചാനലിലും ചേച്ചി സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയുള്ള എപ്പിസോഡിൽ സൂര്യ TV-യിൽ രാത്രി 8:30 മണിക്ക് കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന ഒരു സീരിയലിൽ പിന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആൾക്കാരുടെ കൂടെ തന്നെ വർക്ക് ചെയ്തു. ചുമ്മാ പാസിംഗ് റോളും അത് ഇതൊന്നുമില്ല, നല്ല ഡയലോഗുള്ള കത്തിക്കയറുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചേച്ചിയുടെ ജോലി. പിന്നെ എൻ്റെ പ്രൊഫഷൻ, ഞാൻ പിന്നെ കോസ്മെറ്റിക്സ് കമ്പനി, അതറിയാമോ? കോസ്മെറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഫേസിലിടുന്ന പൗഡർ, ക്രീം, അതും ഇതും, പിന്നെ ഫേസ് വാഷ്, അങ്ങനെയുള്ള ഒരു കോസ്മെറ്റിക്സ് കമ്പനിയുടെ പ്രൊമോട്ടറാണ്. പ്രൊമോട്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, സെയിൽസ് ഗേൾ. ഓക്കെ എന്ന് പറഞ്ഞ് വീട് വിടാന്തരം കൊണ്ട് സെയിൽ ചെയ്യുകയെന്നല്ല, നമ്മൾ ഒരു ഷോപ്പിൽ അവിടുത്തെ പ്രതിനിധിയായിട്ട്, അതായത് നമ്മൾ ഏത് കമ്പനിയാണോ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് നമുക്ക് അവിടെ ഒരു കൗണ്ടർ വാടക എടുത്ത് തരികയും അവിടെ വരുന്ന കസ്റ്റമറെ അറ്റൻഡ് ചെയ്ത് സെൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആ ജോലി തന്നെയാണ് ചേച്ചി കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഇൻകം ഞാൻ അതിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തരുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയാണ് ചേച്ചി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തട്ടിയും മുട്ടിയും ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ചേച്ചി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കും ബ്ലോഗ് അങ്ങനെ പറഞ്ഞാലും ചേച്ചി പേടിക്കാൻ പോകുന്നില്ല. എനിക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്യാനുള്ള തൻ്റെ ഇടവുണ്ട്, കഴിവുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ജോലി അത് കണ്ടുപിടിച്ച്. പിന്നെ ചേച്ചിയുടെ ജോലി എന്താണ്? ഞാൻ അത്രയും റീൽസ് ഇട്ടിട്ട് നിനക്ക് ആ ഒരു റീൽസേ കണ്ടുള്ളൂ മോനെ ഇടാൻ, വേറെ റീൽസ് ഒന്നും നീ കണ്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വോയിസിലാണ് ആ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നീ എന്തോ പറഞ്ഞേനെ. ഓഡിയൻസിന് മനസ്സിലായി കാണില്ലല്ലേ? എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടോ? ഈ വീഡിയോ എടുത്തിട്ടാണ് അവൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിച്ച പുരുഷനോട് സത്യം മറച്ചിരിക്കുന്നത് ഭാരത സ്ത്രീയുടെ ആവശ്യത്തിക്ക് ചേരാത്തതായതുകൊണ്ട് ഒരു കാര്യം ആദ്യത്തിൽ തന്നെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 5 പേരെ പ്രേമിച്ചിട്ടുണ്ട്. SSLC 2, PG 2 നാട്ടിലും. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഹിന്ദുക്കളും. അതിൽ 2 പേരെ എന്നെ വഞ്ചിച്ചു, 3 പേരെ ഞാനും വഞ്ചിച്ചു. പിന്നെ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന് ഹിപ്നോട്ടിസത്തിൽ പറഞ്ഞതോ? പച്ചക്കള്ളം. സൈക്കോളജിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം പഠിച്ചവളാണ് ഞാൻ. എങ്കിലും ഒരു സൈക്കാട്രിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് കീഴ്പ്പെടുത്താൻ ഒരിക്കലും എഴുതിയില്ല. എൻ്റെ മോനെ ആ റീൽ നോക്കി കൂട്ടത്തിൽ തന്നെ കിടപ്പുണ്ടോ ചക്കരെ? ഞാൻ ഏതൊക്കെ ഷോപ്പിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ആ ഷോപ്പിൽ നിന്നുകൊണ്ടുള്ള റീൽസ് ഇഷ്ടംപോലെ അത് കിടപ്പുണ്ട്. ആ കോസ്റ്റ്യൂം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ആ കറുത്ത ബ്ലാക്ക് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? പിന്നെ എന്തൊരു വ്ളോഗറാടോന്നാ നീ? എന്തൊരു വ്ളോഗറാ പിന്നെ? അതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസാണ്. ഓക്കെ. പിന്നെ ചേച്ചി ആഡ് ചെയ്യും, കമ്പനി പരസ്യത്തിന് പോകും, അല്ലാതെ ലൈവായിട്ടും പിന്നെ യൂട്യൂബിലിടാനായാലും പിന്നെ ഫേസ്ബുക്കിലിടാനായാലും അവിടെ കമ്പനിക്ക് കൊണ്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. മനസ്സിലായപ്പോൾ ചേച്ചിയുടെ ജോലി എന്തൊക്കെയാണ്? പിന്നെ നീ ഉദ്ദേശിക്കുന്ന ജോലി ചേച്ചി ഇതുവരെ ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹമില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇപ്പം ഇങ്ങനെ ഈ വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനിപ്പോൾ വലിയ ആളായനെ. അതിൻ്റെ ആവശ്യം ചേച്ചിക്കില്ല. ചേച്ചി മരണം വരെയും അങ്ങനെ ചെയ്യില്ല. ഓക്കെ. അപ്പോൾ നിന്റെ സംശയങ്ങളൊക്കെ മാറിയല്ലോ. പിന്നെ നീ പറഞ്ഞു എൻ്റെ ഓണം സെൻട്രൽ ജയിലായിരിക്കും. ആയിക്കോട്ടെ, ഒന്ന് വെറൈറ്റി നല്ലതല്ലേ? ആർക്കാ വെറൈറ്റി ഇഷ്ടമല്ലാത്തത്? സെൻട്രൽ ജയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഹൈലൈറ്റ്. പിന്നെ നീ ഉണ്ട തിന്നെന്ന് പറഞ്ഞു, അവിടെ തെറ്റി. ഇപ്പോൾ അവിടെ ഉണ്ടേന്നല്ല, നല്ല അടിപൊളി ഫുഡല്ലേ അവിടെ കിട്ടുന്നത്. പിന്നെ ഗോവിന്ദച്ചാമി പോലെ ഡയറ്റ് ചെയ്താൽ മാത്രമേ മോശമാകത്തുള്ളൂ, നമ്മൾ കഴിക്കും കേട്ടാ. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സേ, ഇവർക്കൊക്കെ കൊടുത്ത മറുപടി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കൊടുക്കേണ്ടതല്ലായിരുന്നു. എന്താ കിട്ടിയോ? അവർ ചോദിച്ചതാ? ഇല്ല, ചോദിച്ചു മേടിച്ചു എന്ന് അവർ തന്നെ പറയും. അപ്പോൾ ഒരു കാര്യം, ഞാൻ ആരെയും പേടിച്ച് പിന്നെ കടുകിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രതികരിക്കണം എന്നുള്ള വീഡിയോ കണ്ടാൽ ഞാൻ പ്രതികരിക്കും. പിന്നെ എനിക്ക് സമയം കൂടെ വേണം. സമയം കിട്ടിയാൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇനി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ ചങ്കളുടെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് 7 മണിയാകുമ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ ഇടും. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. അതിനകത്ത് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്യണം. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് എന്നും എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ആ വീഡിയോയ്ക്ക് ഞാൻ വിശദമായിട്ട് പറയാൻ കാര്യം 7 മണിയാകുമ്പോൾ എൻ്റെ ഒരു വീഡിയോ വരും. അത് കാണാൻ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അത് എൻ്റെ ലൈഫിൻ്റെ ഒരു മുന്നോട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പം നിങ്ങളുടെ സഹകരണം എനിക്ക് വേണം, അത്യാവശ്യമായിട്ടും വേണം. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്ക് വേണം. അപ്പോൾ എന്തായാലും 7 മണിക്കുള്ള വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. ഓക്കെ. അതിന് മുന്നിലായിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് ഇടും. ഫേസ്ബുക്കിലാണെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ ഇടുന്നിടത്തും അതിൻ്റെ ലിങ്ക് ഇടും. ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കുക, അതിലെന്താണെന്ന് കാണുക, അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എനിക്ക് അറിയിക്കാൻ വേണം. അത് എൻ്റെ ജീവിതമാണ്. അത് ഞാൻ എന്തായാലും 7 മണിയാകുമ്പോഴത്തേക്ക് വീഡിയോ ഇടാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.